ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ ഉള്ളവരെ മാത്രമാണ് ഇതുവരെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യപ്പെട്ട ഒട്ടുമുക്കാൽ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. കടകംപള്ളിയും PS പ്രശാന്തും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. PS പ്രശാന്തിൻ്റെ അറസ്റ്റിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് ഇനി പുറത്തറിയാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ കടകംപള്ളിയുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്നാണ് അറിയുന്നത്. നമ്മൾ മീഡിയ ഗ്രാമം ആദ്യം മുതൽ തന്നെ പറഞ്ഞതാണ്, മിനിമം ഒരു വകുപ്പ് മന്ത്രിയെങ്കിലും അറിയാതെ ഒരു തരി സ്വർണം പോലും അയ്യപ്പൻ്റെ ശബരിമലയിൽ നിന്നും പുറത്തു പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അകത്താണുള്ളത്. കട്ടക്കലിപ്പിലാണ് അദ്ദേഹം ഇന്ന് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ ആ കടകംപള്ളിയെ അകത്ത് കിടത്തിയിട്ട് മാത്രമേ ഇനി താൻ ഉറങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും. എൻ വാസുവിന് തലോടലും പത്മകുമാറിന് തല്ലും കൊടുക്കുന്ന CPMൻ്റെ പരിപാടി അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ച മട്ടാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലായിടത്തും അതിൻ്റെ പങ്ക് നൽകിയിട്ടുണ്ട്. തന്നെ മാത്രം ലക്ഷ്യമിട്ടാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് പത്മകുമാറിൻ്റെ തീരുമാനം. അതിനിടയിൽ കേസിൽ പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി ഇന്ന് നീട്ടിയതും അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ലക്ഷ്യം വെച്ചത് കടകംപള്ളിയെ തന്നെയാണ്. കടകംപള്ളിയാണോ ദൈവതുല്യനെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ശവം തീനികളല്ല എന്നായിരുന്നു പത്മകുമാറിൻ്റെ ഇന്നത്തെ മറുപടി. വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ആരാണ് ഈ ദൈവതുല്യൻ എന്ന വീണ്ടുമുള്ള ചോദ്യത്തോട് വേട്ടനായ്ക്കളല്ല എന്നും പത്മകുമാർ മറുപടി പറയുന്നത് കാണാമായിരുന്നു. ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തോട് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നായിരുന്നു പത്മകുമാർ പൊട്ടിത്തെറിച്ചത്. അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നുള്ളത് CPMൻ്റെ അടിത്തറ തോണ്ടിക്കൊണ്ട് അയ്യപ്പന് കീഴടങ്ങുന്ന ഒരു പത്മകുമാറിനെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് CPMൻ്റെ അടിത്തറക്കാണ് അനക്കം തട്ടിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടന്നത് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നോക്കിയിട്ടും അത് മൂടിവെക്കാൻ ശ്രമിച്ചിട്ടും നാടറിഞ്ഞു. ഇതൊരു പക്ഷേ അറസ്റ്റിനുള്ള സാധ്യതയിലാണ് ഈ വാർത്ത പുറത്തറിയുന്നത് എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നും വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ്. ആരെയോ പേടിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നും SITയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് ഈ വരുന്ന 5-ാം തീയതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനിടയിൽ കടകംപള്ളിയും ഒരുപക്ഷെ പ്രശാന്തും അകത്താകാനാണ് സാധ്യത. വൻ തോക്കുകളുണ്ട് എന്നും ആ തോക്കുകൾ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്നുള്ള കോടതിയുടെ ചോദ്യം ഇനിയും ആവർത്തിച്ചാൽ അത് SITയുടെ പരാജയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി അത് കടകംപള്ളിയാണെന്ന സത്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയാണ് ഏറ്റവും അധികം വിശ്വസിച്ച് ഇവിടെ കച്ചവടം നടത്തിയത് എന്ന് ചോദിച്ചറിഞ്ഞ SITക്ക് കിട്ടിയ ഉത്തരം അത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ചെറിയ സംഭവമല്ല ഇത്. മുൻ ദേവസ്വം മന്ത്രി, CPMൻ്റെ സംസ്ഥാന നേതാവ്, ഇപ്പോൾ MLA ആണ് അദ്ദേഹം. ആ MLA ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം ബോർഡ് പ്രസിഡന്റിനെയും. ഇനി അറസ്റ്റാണ് ബാക്കിയുള്ളത്. ഇതിനപ്പുറം CPM തകർന്നു തരിപ്പണമായ ഒരു സമയം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ കേരളം കുലുങ്ങുന്നതാണ്.